ചേച്ചി പാല്. പൈസ കൊടുത്താണ് പാല് വാങ്ങിക്കുന്നത്, എന്നിട്ട് നിറച്ച തരൂല പാൽക്കാരൻ മാമൻ. ഇത് നല്ല ഐഡിയ അല്ലേ? ഇതാണ് പാല് നിറച്ച് കിട്ടും, ഒരു 2-3 മാസത്തേക്ക് യൂസ് ചെയ്യാം. എടാ കുട്ടിച്ചെകുത്താനെ, പാലിന് വെള്ളം ഒഴിച്ചത്. നമ്മളിപ്പോ പാലില് വെള്ളം ചേർത്തല്ലേ ചായ ഉണ്ടാക്കണേ, അതേപോലെ 25 കപ്പിലും പാലില് വെള്ളം ചേർത്ത് കഴിഞ്ഞാല് നമുക്ക് 2-3 മാസം യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയുള്ള ഇതൊക്കെയല്ലേ. താഴെ പോയി എന്റെ ദൈവമേ. സൂര്യമായ ഒന്നും മിന്നിച്ചേക്കണടാ, വെയിലും ഇല്ല. വല്യമ്മേനെ സഹായിച്ചതോ ഇഷ്ടപ്പെട്ടില്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ എല്ലാ ദിവസവും നോക്കി വളർത്തുന്ന വല്യച്ഛനെ നമ്മള് സഹായിക്കണ്ടേ? സഹായിക്കണം. എടി ലതേ, ലതേ, എന്തിരി ഇവിടെ കിടന്ന്? എന്റെ ഷർട്ട് എവിടെയടി? ഷർട്ട് ചായ കുടിക്കാൻ പോയി എപ്പോഴും കളയുന്നുണ്ട്. അത് ഞാൻ കടയിൽ പറഞ്ഞു വിട്ട് സാധനം വാങ്ങിക്കാം. എങ്കിൽ പോയിട്ട് വരട്ടെ. പേടിക്കണ്ട വല്യച്ഛ, വല്യച്ഛന്റെ ഷർട്ട് ഞാന് ഉണക്കാനിട്ട്. മക്കളായ ഇങ്ങനെ വേണം. വല്യച്ഛന്റെ ആവശ്യം അറിഞ്ഞ പുന്നാരപുത്രൻ. ആട്ടെ, എവിടെയാണ് കൊണ്ടിട്ടത്? അടുപ്പില്. അടുപ്പിലാവുമ്പോ നല്ല ചൂടില്ലേ, അപ്പൊ അത്രയും ചൂട് കണ്ടതിന് വേഗം ഉണങ്ങിക്കോളും. കൊച്ചുണ്ടാപ്പടി, എന്താടാ കാണിച്ചു വെച്ച? ഇപ്പൊ പോയതിന് ഷർട്ടിന്റെ ബട്ടൺസ് എങ്കിലും തിരിച്ചു കിട്ടും. വല്യച്ഛ, ഈ മുണ്ടും കൂടി ഉണക്കിയിടട്ടെ, ഗ്യാസ് അടുപ്പ് ഫ്രീ ആണ്. ആർക്കും എന്റെ ഹെൽപ്പൊന്നും ഇഷ്ടപ്പെടുന്നില്ല. വേണ്ട, ഈ ചെറുക്കന്റെ കുരുത്തക്കേട് കൂടി വരികയാണ്. ചേട്ടാ, കഴിഞ്ഞ ആഴ്ചയില്ലേ അവൻ അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതോ ഒരു ഫ്രണ്ടിന് കാലേ വാല തലയിലടിച്ചു ഉത്ര. നീ അവളെ ഗുണ്ടായിസം കാണിക്കാനാടാ പോണത്? എന്താ നീ കാണിച്ചു കൂട്ടുന്ന ക്ലാസ്സില്? അത് ഇക്രു ആണ്. അവൻ പറഞ്ഞ് അവൻ കരാട്ടയാണ്, അവന്റെ ശരീരത്തിൽ ഇരുമ്പിന്റെ ശക്തിയാണ്. അപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് കാലും കൈ എടുത്ത് അങ്ങ് അടിച്ച്. ഇങ്ങനെ പോവാണ് ഞാൻ കുറച്ചു ദിവസം കൊണ്ട് വീട് തലകുത്തനെ മറിച്ചിടും. അനാവശ്യം പറയരുത്, എനിക്ക് വീട് തലകുത്തനെ മറിച്ചിടാനുള്ള ശക്തിയൊന്നും ഇല്ല. താണ്ട തർക്കുത്തരം പറയരുത്. സത്യം പറയുമ്പോ തർക്കുത്തരാവുന്ന. എന്റെ അഭിപ്രായത്തിൽ ചെറുക്കനെ ബോർഡിംഗ് സ്കൂളിലാക്കുന്നതായിരിക്കും നല്ലത്. ബോർഡിംഗ് സ്കൂളാ വിളിച്ചാ? അതായിരിക്കും നല്ലത്. വല്യമ്മ, എന്റെ തീരുമാനം അത് തന്നെ. നിങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ ഞാൻ പോവാം. എല്ലാരും കൂടി ചെറുക്കനിങ്ങനെ ആയോ? സമാധാനമായല്ല മക്കളെ? വേണ്ട, എന്നോടാണ് ഉണ്ടണ്ട. അതെല്ലാം വെറുതെ പറഞ്ഞതല്ലേ, മോനിനി അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാ കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്നെ ബോർഡിംഗ് സ്കൂളാക്കുന്ന പറയുന്ന ദേഷ്യത്തിലില്ലേ, ഞാൻ ആ ഗ്യാസ് ഒന്ന് ഊരിയിട്ട് ഇപ്പൊ പൊട്ടും. എന്റെ അമ്മച്ചി, വല്യച്ഛ പോയിട്ട് അവരെയും വല്യമ്മേനെയും ചേട്ടന്മാരെയൊന്നും രക്ഷിക്കുന്നില്ലേ? ഓടാ കൊടുത്ത്, എനിക്ക് എന്റെ ജീവൻ മാത്രമേ വലുതാനുള്ളൂ. അങ്ങനെ വല്യച്ഛനെ പറ്റിച്ച്.